തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ അഭിമാനമായ നടൻ മോഹൻലാൽ ലോക മാതൃകാ ദിനം ആഘോഷിച്ച വിധം സോഷ്യൽ മീഡിയയിൽ ഹൃദയസ്പർശിയായി. അമ്മ ശാന്തകുമാരിയോടൊപ്പം കുട്ടിക്കാലത്തെടുത്ത ഒരു പഴയ ചിത്രമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചത്. അമ്മ എന്ന ലളിതമായ അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് പങ്കിട്ടത്. ചിത്രം കണ്ട് ആരാധകർ സ്നേഹപൂർവമായ കമന്റുകളുമായി മുന്നോട്ട് വന്നു. പ്രതിഭയെ നാടിന് സമ്മാനിച്ച അമ്മ, അടുത്ത ജന്മവും ആ അമ്മയുടെ മകനായി പിറക്കട്ടെ, ഇത്രയും നല്ലൊരു നടനെ ഞങ്ങൾക്ക് തന്നതിന് അമ്മയ്ക്ക് നന്ദി തുടങ്ങിയ കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉടനീളം നിറഞ്ഞത്. അമ്മ ശാന്തകുമാരി ഏറെ കാലമായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ്. അതിനാൽ അമ്മയുടെ പിറന്നാൾ ദിനം മോഹൻലാൽ എപ്പോഴും എളമക്കരയിലെ വീട്ടിലായിരിക്കും. വിദേശത്തോ ഷൂട്ടിങ്ങിലോ ആയാലും അമ്മയ്ക്കൊപ്പമുള്ള ആഘോഷം മോഹൻലാൽ ഒരിക്കലും വിട്ടുകളയാറില്ല എന്നത് ആരാധകരെ മികവുറ്റതും ആക്കുന്നത് പോലെ താരമായി ചേർത്ത് പിടിക്കുന്നു. മാതൃദിനത്തിൽ ഒരു കുഞ്ഞുമകന്റെ മമതാഭാവം വിളിച്ചോതിയ ഈ പോസ്റ്റാണ് ഇപ്പോൾ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതേസമയം 2025 നടൻ മോഹൻലാലിന് മികച്ചൊരു വർഷമായി മാറുകയാണ്. തുടർ പരാജയങ്ങൾക്ക് ശേഷം 2 ഗംഭീര വിജയങ്ങളിലൂടെയാണ് മോഹൻലാൽ ഈ വർഷം തിരിച്ചു വന്നിരിക്കുന്നത്. തുടരും, എമ്പുരാൻ എന്നീ സിനിമകളാണ് ഈ വർഷം ഇതുവരെയായി ഇറങ്ങിയ മോഹൻലാൽ സിനിമകൾ. ഇപ്പോഴിതാ മോഹൻലാലിനെ തേടി മറ്റൊരു റെക്കോർഡ് കൂടി എത്തിയിരിക്കുകയാണ്. ഈ വർഷം ബോക്സ് ഓഫീസിൽ നിന്നും 200 കോടി കടന്ന 5 സിനിമകളിൽ 2 എണ്ണവും മോഹൻലാലിന്റെ പേരിലാണ്. നിലവിൽ 2ഉം 5ഉം സ്ഥാനത്താണ് മോഹൻലാൽ സിനിമകൾ ഉള്ളത്. വിക്കി കൗശൽ നായകനായി എത്തിയ ചാവയാണ് കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്ന സിനിമ. വമ്പൻ പ്രതികരണങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത് 766.50 കോടി രൂപയാണ്. ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രം വലിയ ബജറ്റിലാണ് ഒരുക്കിയത്. മോഹൻലാൽ ചിത്രമായ എമ്പുരാനാണ് 2ാം സ്ഥാനത്ത്. 265 കോടിയാണ് എമ്പുരാന്റെ ആഗോള കളക്ഷൻ. 325 കോടിയാണ് ചിത്രം ആഗോള ബിസിനസ്സിലൂടെ നേടിയത്. മികച്ച പ്രതികരണം നേടിയ സിനിമയുടെ മേക്കിങ്ങിന് നിരവധി കയ്യടികളാണ് ലഭിച്ചത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം മലയാളം കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ഒരുക്കിയത്. വെങ്കടേഷ് നായകനായി എത്തിയ തെലുങ്ക് ചിത്രം സംക്രാന്തിക്ക് വസ്തുനാം ആണ് ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള സിനിമ. ജനുവരി 14 സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. മികച്ച അഭിപ്രായം ലഭിച്ച സിനിമ ബോക്സ് ഓഫീസിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ വെങ്കടേഷിന് ലഭിച്ച തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമ. അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലിയാണ് കളക്ഷനിൽ 4ാം സ്ഥാനത്തുള്ളത്. 246 കോടിയാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ ആഗോള കളക്ഷൻ. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ 100 കോടിയിലേക്ക് മുകളിൽ കളക്ഷൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 10 ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിലെത്തിയത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ തുടരുമാണ് 5ാം സ്ഥാനത്തുള്ള സിനിമ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തുടരും 200 കോടി കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ 2ാം മാസത്തിനിടെ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന 2ാമത്തെ മോഹൻലാൽ ചിത്രമായി തുടരും. മോഹൻലാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നും സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ല മാസായിട്ടുണ്ടെന്നുമാണ് അഭിപ്രായങ്ങൾ വരുന്നത്. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്.